റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിഥി തൊഴിലാളികളെ ആക്ഷേപിക്കുന്നതിലേക്ക് പോലും നീങ്ങി. ഇന്ന് കവി സച്ചിദാനന്ദനൊക്കെ പോലും അതിനെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ജോലിയെടുക്കുന്ന പ്രവാസി സമൂഹമായി ലോകത്ത് മുഴുവൻ ജോലി ചെയ്ത് ജീവിക്കുന്ന കേരളീയൻ്റെ മുഖ്യമന്ത്രി പറയുകയാണ്, ഇവിടെ അതിഥി തൊഴിലാളികളായി എത്തുന്നവർ റിവേഴ്സ് റെമിറ്റൻസിലൂടെ ഇവിടുത്തെ പണം മുഴുവൻ കൊണ്ടുപോവുകയാണെന്ന്. സാധാരണ BJP നറേഷനാണത്. അത് പരസ്യമായി പറയുന്നു VD സതീശൻ. ആ സമീപനത്തിലേക്ക് പോലും നീങ്ങി. താങ്കൾ കേട്ടിരിക്കുമല്ലോ അത്. അല്ല, തീർച്ചയായിട്ടും അത് യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ലോകത്തെമ്പാടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ പറയുന്ന വംശീയതയുടെയൊക്കെ ഒരു എലമെൻ്റ് ഉള്ള രീതിയിലുള്ള ഒരു സംഭാഷണമാണ് നടത്തിയത്. യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു കേരള മുഖ്യമന്ത്രി ഒരിക്കൽ പോലും പറയാൻ പാടില്ലാത്തൊരു വാചകമാണ്. കാരണം എന്താ, ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നതിന് ഏതാണ്ട് 3.5 കോടിയോളം വിദേശത്തുണ്ട്. 55 ലക്ഷത്തോളം പേര് അമേരിക്കയിലുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മാത്രം കാര്യമെടുത്താൽ ഏതാണ്ട് 21 ലക്ഷം മുതൽ 34 ലക്ഷം വരെയുള്ള ആളുകൾ വിദേശത്തുണ്ട്. എന്ന് പറഞ്ഞാൽ അജിംഷാദെ, ആ 34 ലക്ഷം, ആകെ 82 ലക്ഷം കുടുംബങ്ങളെ കേരളത്തിലുള്ളൂ എന്ന് ആലോചിക്കണം. അതിൽ 34 ലക്ഷം ആളുകൾ വിദേശത്ത് നിന്ന് പണം കൊണ്ടുവന്ന് ഇങ്ങോട്ട് അയക്കുമ്പോൾ യഥാർത്ഥത്തിൽ അന്നാട്ടിലെ ആളുകളും പറയുകയാണ്, ഇവർ നമ്മുടെ പണം കൊണ്ടുവന്ന് പോവുകയാണ്, ഇത് നമ്മുടെ എക്കോണമി അപകടത്തിലാക്കുകയാണെന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ? ഇത്രമാത്രം ശുഷ്കിച്ച, വളരെ ഈ പറഞ്ഞ പോലെ വളരെ മോശപ്പെട്ട ഒരു ചിന്താഗതിയിലേക്ക് മുഖ്യമന്ത്രി എത്തുകയും മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു വൈരം അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. സത്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൻ്റെ ഈ പറഞ്ഞ പോലെ നിലവാരം ഉയർന്നതുകൊണ്ടാണ് അത്തരം ജോലികൾക്ക് ഇവിടെ ആളെ കിട്ടാത്തതും യഥാർത്ഥത്തിൽ അത്തരം ജോലികൾ ഇവിടെ എടുക്കാത്തതും. അത് നമ്മുടെ മെറിറ്റായി കാണണം. ഇപ്പം അമേരിക്കയിൽ നിങ്ങൾ പോയാൽ സ്വാഭാവികമായിട്ട് അവിടെ കൂടുതൽ സമയം ജോലി ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇന്ത്യക്കാരോ മറ്റുള്ളവരായിരിക്കും. അമേരിക്കക്കാരങ്ങനെ ജോലിയില്ല. അതൊരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റ്. ആ ഡെവലപ്മെൻറ്റിനെ കുറിച്ചോ എക്കണോമിക്സിനെ കുറിച്ചോ ഒന്നും മനസ്സിലാക്കാത്ത യഥാർത്ഥത്തിൽ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ മനുഷ്യത്വഹീനമായിട്ടുള്ള ഒരു വാചകമാണ് VD സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയാണ് എന്നുള്ളതിൽ തീർച്ചയായിട്ടും എനിക്ക് വലിയ നാണക്കേടാണ് എനിക്ക് യഥാർത്ഥത്തിൽ ആ ഡയലോഗ് കേട്ടപ്പോൾ തോന്നിയത്. അതിൽ അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അദ്ദേഹം പറയുന്നത് ഇത് കേരളത്തിന് വലിയ അപകടകരമായ സിറ്റുവേഷനാണ്, നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക്, ഇവിടെ സാധാരണ പണിക്ക് വരുന്ന ആളുകളോട് പോലും ഓഹോ നീയൊക്കെ നമ്മുടെ പൈസ കൊണ്ട് പോവാണല്ലേ എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാവണമെന്നാണ്. എത്ര കഷ്ടമാണ്.